ഹലോ മക്കളെ, എന്തായി നിങ്ങളുടെ സേ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഫിസിക്സിൻ്റെ പഠിത്തം? നന്നായി തന്നെ പോകുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? കുറേ പേര് സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, അവർക്കൊക്കെ മറുപടികൾ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മിസ്സിൻ്റെ വാട്സപ്പിൽ ചോദിക്കുക കേട്ടോ. മിസ്സിൻ്റെ നമ്പർ ഉണ്ടല്ലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോട്ട്സ് ആവശ്യമായിട്ടുള്ളവർ ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നോട്ട്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഡൗട്ട്സ് ചോദിക്കാനൊന്നും മടിക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തരാം. മിസ് അത് വർക്കൗട്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരും. അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ആയിട്ടാണെങ്കിലും അതിൻ്റെ ആൻസർ തന്നിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ്, അതായത് നമ്മൾ 6 ചാപ്റ്റർ നിർബന്ധമായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒത്തിരി പേര് ഡബിൾ പാസിനുള്ള വീഡിയോ ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡബിൾ പാസിനുള്ള വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഈ 6 ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നു? ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, കറണ്ട്, ഇലക്ട്രിസിറ്റി, മൂവിങ് ചാർജസ്, പിന്നെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, റേ ഓപ്റ്റിക്സ്. 6 ചാപ്റ്റേഴ്സ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസിൻ്റെ വീഡിയോ ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നത് അല്ലേ? അപ്പോൾ ചോദിച്ചു മിസ് ഇതിൻ്റെ ആൻസേഴ്സും കൂടെ ഒന്ന് തരാമോ എന്നുള്ളത്. ഓക്കെ, തരാം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതായത് എല്ലാ ഡെറിവേഷൻസിൻ്റെയും കൂടെ ആൻസർ ഒരൊറ്റ വീഡിയോയിൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കില്ല. അപ്പം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള 3 ഡെറിവേഷൻസ് വെച്ചിട്ടുള്ള വീഡിയോ ആണ് തരാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡെറിവേഷൻസ് ഒരുപാട് വർഷങ്ങളിൽ ഒരു വർഷത്തിൽ 3 പ്രധാനപ്പെട്ട പരീക്ഷകളാണ് നിങ്ങൾക്ക് ഉണ്ടാവാറുള്ളത് അല്ലേ? ഒന്ന് ഒരു ഓണപരീക്ഷ ഉണ്ടാവും. പിന്നെന്താണ്, ഓണപരീക്ഷ വിട്ടേക്കാം. നമുക്ക് ഒന്നുണ്ടാവുക മോഡൽ പരീക്ഷ ഉണ്ടാവും, പിന്നെ ബോർഡ് എക്സാം ഉണ്ടാവും, പിന്നെ ഇതുപോലുള്ളൊരു സേ എക്സാമിനേഷൻ ഉണ്ടാവും. ഗവൺമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. ഓണപരീക്ഷ ഉണ്ട്, അതിന് ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് അല്ലേ ഉള്ളൂ. എന്നാലും ഈ ഒരു വർഷത്തിൽ തന്നെ ഈ 3 മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ഡെറിവേഷൻസ് ആണ്. ഏതാണ്? ഒന്ന് സെക്കൻഡ് ചാപ്റ്ററിലുള്ള കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പിന്നെ ഒന്നുള്ളതാണ് ഏതാണ്? നമ്മുടെ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. ഒന്നെങ്കിൽ ആ ഡെറിവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. പിന്നെ ഉള്ളതാണ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ്. അപ്പോൾ ഈ 3 ഡെറിവേഷൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ പഠിക്കാം. കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ പ്രാവശ്യം ഒരു ചോദ്യം വന്നത് നമ്മളെ എല്ലാവരെയും കുഴപ്പിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ എന്നുള്ളത് അല്ലേ? പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ ശരിക്കും പഠിക്കാനില്ല, അത് പിന്നെ ഡിലീറ്റഡ് ടോപ്പിക് ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് കപ്പാസിറ്ററിന്റെ ടോപ്പിക്കിൽ വരുന്നതാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ പ്രിൻസിപ്പിളും പഠിക്കേണ്ടതായിരുന്നു. ഓക്കെ, എന്തുതന്നെയാണെങ്കിലും പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരൊറ്റ സെന്റൻസേ ഉള്ളൂ. ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിന്റെ തൊട്ടടുത്തായിട്ട് മറ്റൊരു കണ്ടക്ടർ വെക്കുക. ആ കണ്ടക്ടർ എങ്ങനെയായിരിക്കണം? ചാർജസ് ഒന്നും ഇല്ലാത്തതായിരിക്കണം. എന്ന് വെച്ചാൽ അൺചാർജ്ഡ് കണ്ടക്ടർ ആയിരിക്കണം. മാത്രവുമല്ല, ആ അൺചാർജ്ഡ് കണ്ടക്ടർ എർത്തിലേക്ക് കണക്ട് ചെയ്തിട്ടും ഉണ്ടാകണം. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ. അപ്പൊ എന്താണ്? നമുക്ക് ഒരു കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസ് കൂട്ടണമെങ്കിൽ എന്താണ് കപ്പാസിറ്റൻസ്? ആ കണ്ടക്ടറിൽ എത്രത്തോളം ചാർജസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു അതിനാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഈ കപ്പാസിറ്റൻസ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിന്റെ തൊട്ടടുത്തായിട്ട് മറ്റൊരു കണ്ടക്ടർ വെക്കുക. ഈ കണ്ടക്ടർ അൺചാർജ്ഡ് ആയിരിക്കണം. മാത്രവുമല്ല, ഇത് എർത്തിലേക്ക് കണക്ട് ചെയ്തതുമായിരിക്കണം. അപ്പോൾ the principle of a capacitor is that the capacitance of a conductor can be increased by placing an uncharged earthed conductor near it. എന്താണ്? എഴുതിക്കോളൂ. The capacitance of a conductor can be increased by placing an uncharged earthed conductor near it. കേട്ടോ? Uncharged earthed conductor near it. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഇതിനെ നമുക്ക് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയാം. അതായത് 2 പ്ലേറ്റ്സ് ഇങ്ങനെ പാരലൽ ആയിട്ട് വെച്ചിരിക്കുകയാണ്. മെറ്റാലിക് പ്ലേറ്റ്സ് പാരലൽ ആയിട്ട് വെച്ചിരിക്കുന്നതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു പ്ലേറ്റിൽ പോസിറ്റീവ് ചാർജസും മറ്റേ പ്ലേറ്റിൽ നെഗറ്റീവ് ചാർജസും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ 2 പ്ലേറ്റ്സിന്റെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് σ/ε0 ആയിരിക്കും. ഇത് എങ്ങനെ മിസ്സിന് കിട്ടി എന്ന് ചോദിച്ചാൽ, ഈ സംഭവം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ആപ്ലിക്കേഷൻ ഓഫ് ഗോസസ് തിയറത്തിന്റെ 2ാമത്തെ ആപ്ലിക്കേഷൻ, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്, അതിന്റെ ഒരു
അതിന്റെ ഒരു കേസായിട്ട് വരുന്നതാണ് ഈ സംഭവം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കുക. 2 പ്ലേറ്റ്സ് ഉണ്ട്, ഒന്ന് പോസിറ്റീവ് ചാർജ് ഒന്ന് നെഗറ്റീവ് ചാർജും ആണെങ്കിൽ അതിന്റെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ വരുന്നത് എന്താണ്? സിഗ്മ ബൈ എപ്സിലോൺ 0. അപ്പൊ എന്താണ് സിഗ്മ? സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് പെർ ഏരിയ ആണ് സിഗ്മ. ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ് സിഗ്മ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കപ്പാസിറ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സി ആണ് കണ്ടുപിടിക്കേണ്ടത്. കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്? ചാർജ് ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ക്യൂ ബൈ വി ആണ് കപ്പാസിറ്റൻസ് അല്ലേ? അതിനെ നമുക്ക് ഇക്വേഷൻ മറന്നാക്കി വെക്കാം. നമുക്ക് ക്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. ക്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ നോക്കിക്കേ, നമ്മൾ എഴുതിയിട്ടുണ്ട് സിഗ്മ എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ എ ആണ്. അതിൽ നിന്ന് ക്യൂ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും കിട്ടുക? സ്മോൾ ക്യൂ ക്യാപിറ്റൽ ക്യൂ എന്തോ ആയിക്കോട്ടെ. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ഇൻറ്റു എ അല്ലേ ക്യൂ എന്ന് പറയുന്നത്. അതിവിടെ കൊടുത്തേ സിഗ്മ ഇൻറ്റു എ. ഇക്വേഷൻ 2 കിട്ടിയോ? ഇനി ആരെ മാറ്റിയാൽ മതി? വി മാറ്റണം. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണ്. അപ്പൊ ഇവരുടെ ഇടയിലുള്ള സെപ്പറേഷൻ ഡി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡി ആണ് എന്ത് കിട്ടുന്നത് അല്ലേ? അത് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് വെച്ച് എന്നിട്ട് എഴുതിക്കോളുക. സി ഇസ് ഈക്വൽ ടു ക്യൂന് പകരം നമുക്ക് സിഗ്മ എ എന്ന് കൊടുക്കാം ബൈ വിക്ക് പകരം ഇ ഇൻറ്റു ഡി എന്ന് കൊടുക്കാം. ഇനി ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ കപ്പാസിറ്റർ പ്ലേറ്റ്സ് ആണ്. ദാറ്റ് ഇസ് സിഗ്മ ബൈ എപ്സിലോൺ 0. അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ എ ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. അപ്പൊ ഈ സിഗ്മയും കട്ടായി പോയി അല്ലേ? ഈ എപ്സിലോൺ 0 എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ വരുന്നതായതുകൊണ്ട് നമുക്ക് അതിനെ പിടിച്ച് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോവാം. എപ്സിലോൺ 0 എ ബൈ ഡി എന്ന ആൻസർ കിട്ടിയോ നിങ്ങൾക്ക്? കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്? സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി എന്ന് കിട്ടി അല്ലേ? ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഇതാണ് നമ്മുടെ കപ്പാസിറ്റൻസിന്റെ. എന്താണ് എപ്സിലോൺ 0 എന്ന് പറയുന്നത്? പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ്. എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ മെറ്റാലിക് പ്ലേറ്റ്സ്. ഡി എന്ന് പറയുന്നത് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ മെറ്റാലിക് പ്ലേറ്റ്സ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഈ എപ്സിലോൺ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ പ്ലേറ്റ്സിന്റെ ഇടയിൽ വാക്വം ആണെങ്കിൽ അല്ലെ? വാക്വം ആണെങ്കിലാണ് ഈ ഇക്വേഷൻ വരുന്നത്. ഇനി കപ്പാസിറ്റർ പ്ലേറ്റ്സിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു മീഡിയം വരുവാന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഒരു മീഡിയം ഉണ്ടെങ്കിൽ ഈ ഇക്വേഷൻ എന്താ മാറുക? എപ്സിലോൺ 0ന് പകരം ജസ്റ്റ് എപ്സിലോൺ എന്ന് എഴുതാം. എപ്സിലോൺ എ ബൈ ഡി എന്ന് വരും. പക്ഷെ എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ 0 എപ്സിലോൺ ആർ ആണ്. എപ്സിലോൺ ആർ എന്നോ അല്ലെങ്കിൽ കെ എന്നോ കൊടുക്കാം കേട്ടോ. അപ്പൊ അതിവിടെ കൊടുത്തേ എപ്സിലോൺ 0 എപ്സിലോൺ ആർ എ ബൈ ഡി. പക്ഷെ ഇവിടെ നോക്കൂ, എപ്സിലോൺ 0 എ ബൈ ഡി എന്ന് പറയുന്നതല്ലേ സി എന്ന് പറയുന്നത്. സി എന്ന് പറയുന്നത് എന്താണ്? എപ്സിലോൺ കപ്പാസിറ്റൻസ് ഇൻ ഫ്രീ സ്പേസ് ആണ്. ഇത് കപ്പാസിറ്റൻസിന്റെ മീഡിയം ആണ് അല്ലെ? അപ്പൊ സി എം ഇസ് ഈക്വൽ ടു എപ്സിലോൺ ആറിനെ അവിടെ എടുത്ത് വെക്കുക. എപ്സിലോൺ 0 എ ബൈ ഡിക്ക് വരെ എന്ത് കൊടുക്കുക? C0 എന്ന് കൊടുക്കൂ. C0 അല്ലേ? C0 ആണ്. C0 എന്ന് വെച്ചാൽ നമ്മൾ കപ്പാസിറ്റർ പ്ലേറ്റ്സിന്റെ ഇടയിൽ ഒരു എന്തെങ്കിലും ഒരു മീഡിയം വരുവാണെങ്കിൽ കപ്പാസിറ്റൻസ് കൂടും. എത്ര പ്രാവശ്യം കൂടും? ആ മീഡിയത്തിന്റെ എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. ആ മീഡിയത്തിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എത്രയാണോ കൂടുന്നത് അതിനനുസരിച്ച് അവിടുത്തെ കപ്പാസിറ്റൻസും കൂടും. അതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഡെറിവേഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഇത് എന്തായാലും ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഡെറിവേഷൻ ആണ്. ഇതിന്റെ ഡെറിവേഷൻ ആയിട്ട് ചോദിച്ചിട്ടില്ലെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ പ്രോബ്ലംസ് ആയിട്ടും ചോദിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഡെറിവേഷൻ നോക്കാം. ഏതാണ്? കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. എളുപ്പമാണ് കേട്ടോ. കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് അധികവും ഈ ഡയറക്റ്റ് ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. അഥവാ ചോദിച്ചിട്ടില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇക്വേഷൻ എഴുതാനോ അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യാനോ ഒക്കെ വരാറുണ്ട് കേട്ടോ. അപ്പൊ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സീരീസ് കോമ്പിനേഷനും ഉണ്ട്, ഒന്ന് പാരലലും ഉണ്ട് അല്ലെ? നമുക്ക് ഫസ്റ്റ് സീരീസ് നോക്കാം. 2 കപ്പാസിറ്റേഴ്സ് ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക. ഫസ്റ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് C1ഉം രണ്ടാമത്തെ കപ്പാസിറ്റൻസ് C2 ആണ്. ഇതിനെ ഒരു സോഴ്സിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് V ആണ്. അപ്പൊ ഫസ്റ്റ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് കപ്പാസിറ്റൻസിന്റെ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1ഉം രണ്ടാമത്തെ അക്രോസ് എന്തായിരിക്കും? V2 ആയിരിക്കും. പക്ഷേ 2 കപ്പാസിറ്ററിലൂടെയും പോകുന്ന ചാർജ് സെയിം ചാർജ് തന്നെ ആയിരിക്കും. Q ആയിരിക്കും ചാർജ് ഉണ്ടാവുക അല്ലെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? C എന്ന് പറയുന്നത് Q by V അല്ലേ? അതുകൊണ്ട് തന്നെ V എന്ന് പറഞ്ഞാൽ നമുക്ക് Q by C എന്ന് എഴുതാലോ അല്ലെ? C is equal to Q by V ആണെങ്കിൽ V ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് C ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ V is equal to Q by C. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതുക. രണ്ടാമത്തത്
ഫസ്റ്റ് കപ്പാസിറ്ററിന്റെ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 is equal to Q by C1 അല്ലേ. സെക്കൻഡ് കപ്പാസിറ്ററിന്റെ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2 is equal to Q by C2. ഇത് രണ്ടും കൂടെ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി വേറൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് എത്രയാണോ that will be equal to V1 plus V2 ആയിരിക്കും. ഈ രണ്ട് കപ്പാസിറ്ററിന്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയാണോ അതിന്റെ സം ആയിരിക്കും നമ്മൾ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ്. അതായത് V എന്ന് പറയുന്നത് V1 plus V2 ആണ്. ഈ V യും V1 ഉം V2 ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ V എന്താണ് Q by C is equal to V1 എന്താ Q by C1 plus V2 എന്താ Q by C2. Q എല്ലായിടത്തും കോമൺ ആണ്, കട്ടാക്കി കളയുക. നമുക്ക് എന്ത് കിട്ടി? 1 by C is equal to 1 by C is equal to 1 by C1 plus 1 by C2 എന്ന് കിട്ടിയോ? അല്ലേ? അതായത് കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് the reciprocal of the effective capacitance is equal to sum of reciprocals of individual capacitance. reciprocal അറിയാലോ 1 by എന്ന് എടുക്കുന്നത്. അപ്പോൾ രണ്ട് കപ്പാസിറ്റൻസ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രണ്ട് കപ്പാസിറ്റൻസുകളുടെ കപ്പാസിറ്റൻസിന്റെ ഒക്കെ സം ആണ്, റെസിപ്രോക്കലിന്റെ സം ആണ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. അതായത് രണ്ടും കൂടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ. ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ രണ്ട് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് സി ആണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ രണ്ടുപേർക്കും ഒരേ കപ്പാസിറ്റൻസ് ആണെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് സി ഇസ് ഈക്വൽ ടു, അതായത് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻ സീരീസ് സി ഇസ് ഈക്വൽ ടു സി ബൈ എൻ ആണ് ഇക്വേഷൻ. എന്താണ് എൻ എന്ന് പറയുന്നത്? നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ്. സി എന്താണ്? സി ഇസ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ സിംഗിൾ കപ്പാസിറ്റർ. അപ്പൊ നമുക്ക് 10 കപ്പാസിറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. n 10 ആണ്. ഓരോന്നിന്റെയും കപ്പാസിറ്റൻസ് 2 ആണ്. വാട്ട് വിൽ ബി ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്? സി ബൈ എൻ ആണ്. ദാറ്റ് ഈസ് 2 by 10 വിച്ച് ഇസ് ഈക്വൽ ടു 0.2 എന്താണ് ഫാരഡ് എങ്കിൽ ഫാരഡ് എന്തെങ്കിലും ആയിക്കോട്ടെ. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് ആണ്. മൈക്രോ ഫാരഡിലൊക്കെ ആയിരിക്കും വരിക. അപ്പം ഇതാണ് വാല്യൂ. മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ രണ്ട് കപ്പാസിറ്റേഴ്സ് ഇങ്ങനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്, ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കും. Q ആണ് ചാർജ് വരുന്നത്. പക്ഷേ ഈ ചാർജ് Q എന്ത് ചെയ്യും? ഈ രണ്ട് പോയിന്റ്സ് എയും ബിയും ആണെങ്കിൽ എയിൽ എത്തിക്കഴിയും എയിലൂടെയുള്ള ചാർജ് Q1 ആയിട്ടും ബിയിലുള്ള ചാർജ് Q2 ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് പോകും അല്ലേ? ഓക്കെ, സ്പ്ലിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഇക്വേഷൻ നോക്കാം. Q is equal to CV ആണ് അല്ലേ? Q is equal to CV. അപ്പോൾ നമുക്ക് Q1 is equal to എങ്ങനെ എഴുതാം? C1 into V എന്ന് എഴുതാം. കാരണം പൊട്ടൻഷ്യൽ രണ്ട് പേർക്കും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. Q1 is equal to C1 into V എന്നും Q2 is equal to C2 into V എന്നും കൊടുക്കാം. ഇത് ഇക്വേഷൻ 1, ഇത് രണ്ടും കൂടി ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Q is equal to Q1 plus Q2 ആണ് കേട്ടോ. ടോട്ടൽ ചാർജ് is equal to Q1 plus Q2 ആണ്. അപ്പോൾ Qന് പകരം CV is equal to Q1 ന് പകരം C1V plus Q2 ന് പകരം C2V. V എല്ലായിടത്തും കോമൺ അല്ലേ? ഇത് കട്ടാക്കി കഴിഞ്ഞാൽ C is equal to C1 plus C2. C എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻ പാരലൽ. CP is equal to C1 plus C2 ആണ് കിട്ടുന്നത്. അതാണ് ഇക്വേഷൻ. മനസ്സിലായല്ലോ? ഇനി ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഐഡന്റിക്കൽ ആയിട്ടുള്ള കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ, അതായത് രണ്ടും സി തന്നെയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? CP is equal to N into C എന്ന് വരും. നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് ഇൻറ്റു കപ്പാസിറ്റൻസ് ഓഫ് വൺ കപ്പാസിറ്റർ. ഇതാണ് ഇക്വേഷൻ. അപ്പൊ ഈ ഡെറിവേഷൻ മനസ്സിലായല്ലോ അല്ലേ? എളുപ്പമുള്ള ഡെറിവേഷൻ ആണ് അല്ലേ? കപ്പാസിറ്റേഴ്സ് ഇൻ പാരലലും കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്. രണ്ടെണ്ണം ക്ലിയർ ആയല്ലോ? ഇനി അടുത്തതാണ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ്. ഇപ്പൊ വീറ്റ്സ്റ്റൺ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്ക് 4 റെസിസ്റ്റേഴ്സ് ഉണ്ടാവും. ഇതുപോലെ ഉണ്ടാവും. ഇങ്ങനെ 4 റെസിസ്റ്റേഴ്സ് ഉണ്ടാവും. ആദ്യത്തെ റെസിസ്റ്ററിനെ നമുക്ക് P എന്ന്, രണ്ടാമത്തേന് Q, മൂന്നാമത്തേന് R, നാലാമത്തേന് S എന്ന് നെയിം ചെയ്യാം. ഈ പോയിന്റ്സ് നമുക്ക് ഇത് AB എന്നും ഇത് CD എന്നും ഈ ജംഗ്ഷൻസിനെ നമുക്ക് നെയിം ചെയ്യാം. സിയുടെയും ഡിയുടെയും നടുക്കായിട്ട് ഒരു ഗാൽവനോമീറ്റർ വെച്ചിട്ടുണ്ട്. അതുപോലെ എയുടെയും ബിയുടെയും നടുക്കായിട്ട് ഒരു ബാറ്ററിയും കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു കീയിലൂടെ. ഇത്രയേ ഉള്ളൂ വീറ്റ്സ്റ്റൺ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിന്റെ ഡയഗ്രാം. 4 റെസിസ്റ്റേഴ്സ് ഇങ്ങനെ വരയ്ക്കുക. 2 റെസിസ്റ്റേഴ്സിന്റെ ഇടയിലായിട്ട് 2 ജംഗ്ഷൻസിന്റെ ഇടയിലായിട്ട് ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തു. മറ്റു 2 ജംഗ്ഷൻസിന്റെ ഇടയിലായിട്ട് ഒരു ബാറ്ററിയും ഒരു കീയും കണക്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ?
നമുക്ക് വീറ്റ്സ്റ്റൺ പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതിന് മുന്നേ നമുക്ക് ഇതിനകത്തുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ ഒന്ന് മനസ്സിലാക്കാം. കറണ്ട് എങ്ങനെയൊക്കെയാ പോകുന്നത് നോക്കിക്കേ. ഇവിടെ നിന്നാണ് കറണ്ട്, I എന്ന് പറയുന്ന കറണ്ടാണ് ഈ ബാറ്ററിയിൽ നിന്നും വരുന്നത്. ഈ കറണ്ട് ഇതുവഴി ഇങ്ങനെ പോയി ഈ ജംഗ്ഷൻ A എത്തിക്കഴിയുമ്പോൾ I എന്താവും? സ്പ്ലിറ്റ് ആവും അല്ലെ. ഫസ്റ്റ് Pയിലൂടെ പോകുന്ന കറണ്ട് നമുക്ക് I1 എന്ന് കൊടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ Rലൂടെ പോകുന്ന കറണ്ട് Iയിൽ നിന്നും I1 അതിലേക്കൂടെ പോയി, ബാക്കി ആരേ ഉള്ളൂ? I മൈനസ് I1 അല്ലെ. I1 Pയിലൂടെ പോയി, ബാക്കി Rലൂടെ പോകുന്ന ആരാണ്? I മൈനസ് I1. ഇനി ഈ I1 ഇങ്ങനെ പോയി I1 ഇവിടെ എത്തി, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? I1 ഇവിടെ എത്തി. എവിടെ? സിയിലെത്തി. സിയിലെത്തി കഴിയുമ്പോൾ വീണ്ടും കറണ്ടിന് രണ്ട് വഴിയുണ്ട് പോകാൻ. അപ്പോൾ ഇതിലൂടെ പോകുന്ന കറണ്ട് IG എന്ന് പറയുന്ന കറണ്ട് ആയിരിക്കും ഇതിലൂടെ പോവാ. I1 എന്ന് പറയുന്ന കറണ്ട് വീണ്ടും സ്പ്ലിറ്റ് ആയിട്ട് ഇതിലൂടെ പോകുന്നത് IG ആയിരിക്കും. അപ്പൊ ഇതിലൂടെ പോകുന്ന കറണ്ട് എന്തായിരിക്കും? I1 മൈനസ് IG ഈ ക്യൂവിലൂടെയും പോയി. ഇനി I മൈനസ് I1 ഡിയിലും എത്തി, IGയും ഡിയിലെത്തി. രണ്ടുപേരും കൂടെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇതിലൂടെ പോകുന്ന കറണ്ട് എന്തായിരിക്കും? ഇവർ രണ്ടാളും കൂടെ കൂടും അല്ലെ, ചേരും. അപ്പോൾ I മൈനസ് I1 പ്ലസ് IG, ഇതാണ് ഇവരിലൂടെ പോകുന്ന കറണ്ട്. ഇനി ഈ കറണ്ട് ഇവിടെ എത്തിക്കഴിയുമ്പോൾ I1 മൈനസ് IGയും I മൈനസ് I1 പ്ലസ് IG എന്ന് പറയുമ്പോൾ ഇത് I1 മൈനസ് IG രണ്ട് സ്ഥലത്തും കട്ടായിട്ട് വീണ്ടും I എന്ന് പറയുന്ന കറണ്ട് തന്നെയാണ് തിരിച്ചിവിടേക്ക് എത്തുക. കറണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ. ആദ്യം Pയിലൂടെ പോകുന്നത് I1 ആണ്, ഇതിലൂടെ പോകുന്നത് I മൈനസ് I1 ആണ്. സിയിൽ എത്തിക്കഴിയുമ്പോൾ ഇതിലൂടെ IG പോകും, ബാക്കി I1ൽ നിന്ന് IG പോയി കഴിഞ്ഞാൽ ബാക്കി I1 മൈനസ് IG ആണ്. ഇതിലൂടെ പോകുന്നത് I മൈനസ് I1 പ്ലസ് IG ആയിരിക്കും. ഇത്രയാണ് കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത്, ആദ്യം എടുക്കാൻ പോകുന്ന ലൂപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ലൂപ്പ് എടുക്കുകയാണ്. എന്താണ്? ADCA എന്ന് പറയുന്ന ലൂപ്പ് എടുക്കുക. ADCA എന്ന് പറയുന്ന ലൂപ്പ് എടുക്കുക. ഓക്കെ, ഈ ലൂപ്പ് എടുത്തിട്ട് നമുക്ക് AD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ പോകുന്ന, അതായത് കിർച്ചോഫ് വോൾട്ടേജ് ലോ, കിർച്ചോഫ് കറണ്ട് ലോയും കിർച്ചോഫ് വോൾട്ടേജ് ലോയും ഉണ്ട്. ഇത് അറിയാത്തവര് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. കിർച്ചോഫ് വോൾട്ടേജ് ലോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കി പഠിച്ചിട്ട് വേണം വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പഠിക്കാൻ. ഇല്ലെങ്കിലും ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ AD എന്ന് പറയുന്ന റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട് I മൈനസ് I1 ആയതുകൊണ്ട് ഇതിന്റെ വോൾട്ടേജ് എന്തായിരിക്കും? V ഈക്വൽ ടു I ഇൻറ്റു R അല്ലേ നമ്മുടെ ഓംസ് ലോ അനുസരിച്ച്. അപ്പൊ നമുക്ക് ഇവിടെ I മൈനസ് I1 ആണ് കറണ്ട് ഇൻറ്റു R. അപ്പൊ നമ്മൾ എയിൽ നിന്ന് ഡിയിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ കറണ്ടിന്റെ അതേ ഡയറക്ഷനിൽ പോകുന്നത് കൊണ്ട് അവിടെ അത് പോസിറ്റീവ് ആയിട്ട് എടുത്തു. ഇനി ഡിയിൽ നിന്നും സിയിലേക്ക്, അടുത്ത ഡിയിൽ നിന്നും സിയിലേക്കാണ്. ഡിയിൽ നിന്ന് സിയിലേക്കാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, കറണ്ട് താഴേക്കാണ്, പക്ഷെ നമ്മൾ പോകുന്നത് ഡിയിൽ നിന്നും സിയിലേക്കാണ്. അപ്പോൾ അവിടെ കറണ്ടിന് നമ്മൾ മൈനസ് കൊടുക്കണം. മൈനസ് IG ഇൻറ്റു കറണ്ട് ഇൻറ്റു ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്താണ്? G ആണ് റെസിസ്റ്റൻസ്, ഇൻറ്റു G. ഇവിടെ R ആണ് റെസിസ്റ്റൻസ് ആയതുകൊണ്ട് എഴുതരുത് കേട്ടോ. അതായത് നമ്മൾ ഓംസ് ലോ V ഈക്വൽ ടു I ഇൻറ്റു R അല്ലേ, അതനുസരിച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്? സിയിൽ നിന്ന് എയിലേക്ക് പോകണം. സിയിൽ നിന്ന് എയിലേക്ക് പോകണം. സിയിൽ നിന്ന് എയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. ദാറ്റ് ഈസ് മൈനസ് I1 ഇൻറ്റു P ഈക്വൽസ് 0. ഇങ്ങനെയാണ് കിർച്ചോഫിന്റെ വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യണം. നമ്മൾ കറണ്ട് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ അവിടെ പോസിറ്റീവ് ആയിട്ട് എടുക്കുക, കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ അവിടെ നെഗറ്റീവ് ആയിട്ട് എടുക്കുക. അത് മനസ്സിലായല്ലേ? ഇനി ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആകുമ്പോൾ IG-യുടെ വാല്യൂ എന്തായി പോകും? 0 ആയി പോകും. അപ്പൊ ഇക്വേഷനിൽ IG-യുടെ വാല്യൂ 0 കൊടുത്തേ, 0 ഇൻറ്റു G എന്താ? 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? I മൈനസ് I1 ഇൻറ്റു R അല്ലെ, മൈനസ് I1 P ഈക്വൽസ് 0. അപ്പൊ ഈക്വൽസ് I1 ഇൻറ്റു P എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി. ഇനി നമ്മൾ അടുത്തെടുക്കാൻ പോകുന്ന ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CDBC എടുക്കുക. CDBC എന്നെടുത്തു. CDBC. ഓക്കെ, അവിടെ നമുക്ക് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഇത് അപ്ലൈ ചെയ്തേ, KVL അപ്ലൈ ചെയ്തേ. സിയിൽ നിന്ന് ഡിയിലേക്ക് പോകുമ്പോൾ കറണ്ട് ഡയറക്ഷനിലാണ് പോകുന്നത് കൊണ്ട് IG ഇൻറ്റു G അല്ലേ, IG ഇൻറ്റു G. ഡിയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ നമ്മൾ വീണ്ടും കറണ്ടിന്റെ അതേ ഡയറക്ഷനിൽ പോകുന്നത് കൊണ്ട് പ്ലസ് എന്താണ്? I മൈനസ് I1 പ്ലസ് IG ആണ് അവിടുത്തെ കറണ്ട് ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് എന്താണ്? S ആണ്. ഇനി ബിയിൽ നിന്നും സിയിലേക്ക് പോവാം. ബിയിൽ നിന്നും സിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഓഫ് കറണ്ടാ പോകുന്നത്. അപ്പൊ എന്ത് കൊടുക്കണം പറഞ്ഞേ? മൈനസ് കൊടുക്കണം അല്ലേ. മൈനസ് I1 മൈനസ് IG ഇൻറ്റു Q അല്ലേ.
ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ബാലൻസ്ഡ് കണ്ടീഷനിൽ ഐ ജിക്ക് എന്ത് കൊടുക്കുക, ഐ ജി 0 കൊടുക്കുക. അപ്പൊ ഇത് പോയി, ഇവിടെ ഒരു ഐ ജി ഉള്ളത് പോകും, ഇവിടെ ഒരു ഐ ജി ഉണ്ട് അതും പോകും അല്ലെ. അപ്പൊ എന്താ നോക്കിക്കേ, I മൈനസ് I1 അല്ലെ ഇൻറ്റു എസ്, ഈ മൈനസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആവും, പ്ലസ് I1 ഇൻറ്റു ക്യൂ. ഇക്വേഷൻ നമ്പർ 2 കിട്ടിയോ? കിട്ടി അല്ലെ. ഇനി ഇക്വേഷൻ 1/2 ചെയ്തേ. ഇക്വേഷൻ 1/2 ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇക്വേഷൻ 1 I മൈനസ് I1 ഉണ്ട്, ഇക്വേഷൻ 2 I മൈനസ് I1 ഉണ്ട്. അപ്പൊ 1/2 ചെയ്യുമ്പോൾ ഈ I മൈനസ് I1 അങ്ങ് കട്ടാവും. ഇനി ഇവിടെ എന്താണ്, ഇവിടെ I1 P ഉണ്ട്, ഇവിടെ I1 Q ഉണ്ട്. അപ്പോഴും I1 അങ്ങ് കട്ടായി. ബാക്കി ആരൊക്കെയല്ലേ നോക്കിക്കേ, R/S is equal to P/Q. നമുക്ക് നല്ല ഒരു ഓർഡർ എഴുതാം, ഒരു വൃത്തിക്ക് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് എഴുതാം, P/Q is equal to R/S. അതാണ് വീറ്റ്സ്റ്റൺ പ്രിൻസിപ്പിൾ. എന്താണ് പിയും ക്യു ആറും എസ് എന്നൊക്കെ പറയുന്ന 4 റെസിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ തൊട്ട് അഡ്ജസന്റ് ആയിട്ട് കിടക്കുന്ന 2 റെസിസ്റ്റേഴ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു തൊട്ടപ്പുറത്തുള്ള 2 റെസിസ്റ്റേഴ്സിന്റെ റേഷ്യോ ആയിരിക്കും. റേഷ്യോ എന്ന് പറഞ്ഞാൽ അല്ലെ, P/Q R/S എന്നൊക്കെ ഇതാണ് റേഷ്യോ. പക്ഷെ അത് കണ്ടീഷൻ ഉണ്ട്, എന്താണ്, അറ്റ് ദ ബാലൻസ്ഡ് കണ്ടീഷൻ. ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ പാടില്ല. ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ട് 0 ആയിരിക്കണം, IG 0 ആയിരിക്കണം. ഇതാണ് വീറ്റ്സ്റ്റൺ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് 3 മാർക്കിന് വരെയൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മിസ് കണ്ടിരുന്നു ഒരു മെസ്സേജ്, മിസ് വീറ്റ്സ്റ്റൺ പ്രിൻസിപ്പിൾ ഇമ്പോർട്ടൻ്റ് അല്ലേ മിസ്? തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് സേക്ക് ചോദിക്കുമോ, അങ്ങനെ ചോദിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പം കുറേ ക്വസ്റ്റ്യൻസ് അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അതേ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുകൊണ്ട് അതിനകത്ത് വന്നതൊന്നും നിങ്ങൾ ഒഴിവാക്കിയിട്ട് പഠിക്കാൻ നിൽക്കരുത്. ബോർഡ് എക്സാമിന് ചോദിച്ചതൊക്കെ തന്നെ സേക്കും ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്, ഇല്ലാതെയും ഇരിക്കാം. പക്ഷെ നിങ്ങൾ എന്താണെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അപ്പോൾ ഈ 3 ഡെറിവേഷൻസ് ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതുപോലെ ഇനി അടുത്ത ഡെറിവേഷൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസേഴ്സ് സഹിതം നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവും. അതുപോലെ ഇമ്പോർട്ടൻറ്റ് ലോസും ഡെഫിനേഷൻസും ഒക്കെ തരുന്നുണ്ടാവും. നിങ്ങൾ വാച്ച് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരുന്നോളാം. ഓക്കെ, ബൈ.